ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നല്ല ശുദ്ധമായ പശുവിൻ്റെ നെയ്യ് വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നല്ല അടിപൊളി മണമൊക്കെയാണ്. അപ്പോൾ നല്ല ശുദ്ധമാണ്, നമുക്ക് പേടിക്കാതെ ഉപയോഗിക്കാമല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അതേ ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന പാടയാണ്, ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരുന്നതാണ്. ഞാൻ പാട മാറ്റി വെക്കുന്ന 3 ദിവസം കൂടുമ്പോൾ അതിലോട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു കറക്റ്റ് നെയ്യുടെ ആ ഒരു മണവും കിട്ടത്തുള്ളൂ. നെയ്യ് കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് തൈര് ചേർത്ത് കൊടുക്കണേ. പക്ഷെ ചിലരൊന്നും തൈര് ചേർത്ത് കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ തൈര് ചേർത്ത് കൊടുത്താൽ ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ആ പാട നമ്മൾ മാറ്റി വെച്ചത് ജാറിലോട്ട് കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റി തണുത്തോളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കണം. ഫുൾ സ്പീഡിലിട്ട് അടിച്ചെടുക്കണേ. ഒരു 5 മിനിറ്റൊക്കെ നല്ലതായിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേനും ചെയ്യുന്ന ഇങ്ങനെ നല്ലതായിട്ട് ഒരു ബോൾ പോലെ, നല്ല തണുത്തോളമാണെങ്കിൽ ഇങ്ങനെ നല്ല ബോളായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ തണുത്തോളം ഇല്ലെങ്കിൽ ഐസ് ക്യൂബും കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി, എന്നാലും തണുത്തോളം ആവുമല്ലോ. അപ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ ഇതിങ്ങനെ പെർഫെക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ ബോളായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ബോളായിട്ട് ഇട്ടുകൊണ്ട് നമ്മൾ കുറച്ച് ഷോയൊക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. നമ്മൾ പിന്നെ അത് 1-2 വെള്ളത്തിൽ ഇങ്ങനെ നല്ലതായിട്ട് കഴുകിയെടുക്കണേ. അപ്പോൾ ആ തൈരൊക്കെ ചേർക്കുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പുളി മയമൊക്കെ പോയി നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതായിട്ട് നല്ല വെള്ളത്തിൽ 2-3 തവണ ഇങ്ങനെ കഴുകണം. കഴുകിയെടുത്തിട്ട് നമ്മൾ അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിക്കകത്തോട്ട് നെയ്യ് ഉരുക്കാനായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ദേ നമ്മൾ ആദ്യം ഒഴിച്ച് വെച്ച ആ ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അത് കളയേണ്ട കാര്യമൊന്നുമില്ല. അത് ചൂട് സമയത്തൊക്കെ നമുക്ക് സംഭാരം പോലെ ഇങ്ങനെ കുടിക്കാം. പിന്നെ പച്ചമോര് പോലെയൊക്കെ എടുത്ത് അത്ര കട്ടി കാണത്തില്ല, ഇച്ചിരി ലൂസായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ദേ നമ്മുടെ നെയ്യ് ഉരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വെണ്ണ ഉരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യല്ല, വെണ്ണ ഉരുക്കാണല്ലോ നെയ്യാക്കുന്നേ. അപ്പോൾ ദേ അതിന് ഓരോരോ ഭാഗങ്ങളുണ്ട്. ഇതിട്ടിട്ടെങ്ങും പോകരുത് കേട്ടോ. അതിങ്ങനെ അടിയിൽ ചെറിയ ചെറിയ ബോളുകൾ കട്ടിയുള്ളതുപോലെ ഈ വെള്ള കളറിൽ ഇങ്ങനെ ആയി വരുവേ, കണ്ടോ. അപ്പോൾ നമ്മൾ ഇളക്കിയില്ലെങ്കിൽ അതങ്ങ് വലിയ ഇതായിട്ട് എളുപ്പം അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അടിയിൽ കരിഞ്ഞു പോയിട്ട് നെയ്യ് എളുപ്പം കേടായി പോവുകയും ചെയ്യും. അപ്പോൾ നല്ലതായിട്ട് ഇതുപോലെ ചെറിയ ആയതുകൊണ്ടെങ്കിൽ ഞാൻ തൊട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ദേ റെഡിയായി. ഇത് ഈ പദം മാറി ഫുള്ള് മാറാനിരുന്ന നെയ്യ് കരിഞ്ഞു പോവും. അപ്പോൾ ദേ ആ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലായുണ്ടോ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരിവാണ്. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. പറഞ്ഞിട്ട് സമയം പോയി. നെയ്യ് റെഡിയായി. എത്ര പെട്ടെന്നല്ലേ, എത്ര സിമ്പിളല്ലേ. അപ്പോൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തിരിങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് അരിപ്പയ്ക്കകത്തോട്ട് അരിച്ചൊരു ഗ്ലാസ് ജാറിനകത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഗ്ലാസ് ജാറിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്താണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ നെയ്യ് റെഡിയായി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.